Hello dears, welcome back to Thunder Kitchen Recipes. വ്യത്യസ്ത രുചിയിലുള്ള കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഫംഗ്ഷനും അതുപോലെ ഫീസ്റ്റിനൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റിയൊരു ഐറ്റമാണ്. ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, പൊറോട്ട എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി പാൻ ചൂടായി കഴിയുമ്പോഴേക്കും 4 കാശ്മീരി വറ്റൽമുളകും 3 സാധാരണ മുളകും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഹോൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ മസാലകളും മുളകും കരിഞ്ഞു പോകാതെ നോക്കണം. നന്നായി ചൂടായ മണം വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചു വയ്ക്കുക. സെയിം പാൻ തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ഇടത്തരം സവാള 4 അല്ലെങ്കിൽ 2 കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 15 ചെറുള്ളി മുഴുവനോടെ ചേർക്കാം. ഇനി കോറിയൻഡർ ലീവ്സിൻ്റെ തണ്ട് മാത്രം ഒരു 5 എണ്ണം എടുത്തിട്ട് അത് 2 കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം മാറ്റി വെച്ച കോറിയൻഡർ ലീവ്സ് ഇതിലേക്ക് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയുടെ കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത മസാലകൾ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത ഉള്ളിയും സവാളയൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി ഒരു 20 കശുവണ്ടി കുതിർത്തിയതാണ് 1/4 കപ്പ് വെള്ളത്തിൽ. അത് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കൂടുതൽ ലൂസായി പോവാതെ നോക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. കുഴിവുള്ള ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ചൂടായി കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായി ചതച്ചത് ചേർത്ത് മൂത്ത മണം വരുമ്പോഴേക്കും അതിലേക്ക് 2 ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുക. നന്നായി സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരിപ്പിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അരപ്പിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അരപ്പിലെ വെള്ളമൊക്കെ വറ്റി പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്തത്. അത് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പ് ചേർത്തതിന് ശേഷം 1 മിനിറ്റും കൂടി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കനാണ് വേണ്ടത്. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചിക്കൻ്റെ നിറമൊക്കെ മാറുന്ന സമയം വരെ വഴറ്റി കൊടുക്കണം. ചിക്കൻ്റെ നിറമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക്
ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ആദ്യം ചേർത്തിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അഴിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് അഴിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേകാനും പിന്നെ നമുക്ക് ഗ്രേവിക്കും വേണ്ട വെള്ളം വേണം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് തിളക്കുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യണം. തിളച്ചതിന് ശേഷം 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില തൂവിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വെച്ച് 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തിക്ക് ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറിയാണ് ഇത്. പൊറോട്ടയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ്. പിന്നെ നമ്മൾക്ക് ഇത് ഫങ്ഷനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. വ്യത്യസ്ത രുചിയിലുള്ള സ്വാദേറിയ ഒരു ചിക്കൻ കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.